32% ഈഴവ് വോട്ട് BJPക്ക് പോയി എന്ന് പറയുമ്പോൾ ഇടതുപക്ഷത്തോടൊപ്പം നിന്ന വോട്ടാണ് BJPയിലേക്ക് പോയിരിക്കുന്നത്. ശ്രീ ഷാജി ആർ നായർ, ഇത് വെള്ളാപ്പള്ളിയുടെ പ്രസ്താവനകൾ കൊണ്ട് അല്ലെങ്കിൽ വെള്ളാപ്പള്ളിയുടെ ആഹ്വാനം കൊണ്ട് ഈഴവ് വോട്ടുകൾ ഇടതുപക്ഷത്തിൽ നിന്നും BJPക്ക് ലഭിച്ചു എന്നാണോ നിങ്ങൾ കരുതുന്നത്? സ്മൃതി, നമ്മുടെ ഈ ചർച്ചയുടെ ഇൻട്രോയിൽ ബഹുമാന്യനായ നൗഷാദ് അലിയോടാണ് താങ്കൾ ചോദിച്ചത്, താങ്കൾക്ക് വെള്ളാപ്പള്ളിയെ ഭയമായിട്ടാണോ നിങ്ങളുടെ ഭാഗത്തുനിന്ന് ഒരു പ്രതികരണം ഉണ്ടാകാത്തെന്നൊരു ചോദ്യം ഉണ്ടായി. അല്ല, അദ്ദേഹം റെഡി ആയിരുന്നില്ല. അത് അദ്ദേഹത്തിന്റെ പ്രതികരണം ഇല്ലാഞ്ഞിട്ടല്ല കേട്ടോ, സാങ്കേതികമായി വസ്തുതാപരമായ ഒരു പ്രസ്താവനയാണ് ശ്രീ വെള്ളാപ്പള്ളി നടത്തിയിട്ടുള്ളത്. അദ്ദേഹം പറഞ്ഞത് എന്താ, ഒരു ഇലക്ഷന് ശേഷം നമ്മുടെ സംസ്ഥാനത്തിൻ്റെ രാഷ്ട്രീയ പശ്ചാത്തലത്തിലാണ് അദ്ദേഹം ഒരു പ്രസ്താവന നടത്തിയത്. ആ പ്രസ്താവന എന്ന് പറയുന്നത് പ്രത്യേകിച്ച് മാർക്സിസ്റ്റ് പാർട്ടി, ആ പാർട്ടിക്ക് വലിയ തോതിൽ വോട്ട് ചോർച്ച സംഭവിച്ചു. അവരുടെ സീറ്റിൻ്റെ എണ്ണം കുറഞ്ഞതല്ല പ്രശ്നം. കാരണം ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പലപ്പോഴും UDFന് ഒരു മുൻതൂക്കം കേരളത്തിൽ ഉണ്ടാവാറുണ്ട്. പക്ഷെ വലിയ തോതിൽ ഈ തെരഞ്ഞെടുപ്പിൽ അവരുടെ വോട്ട് വലിയ തോതിൽ കുറഞ്ഞിരിക്കുന്നു. ഈ സാഹചര്യം അദ്ദേഹം പറഞ്ഞത് കൃത്യമായ ഈ ഗവൺമെൻറ് എടുത്തിട്ടുള്ള മുസ്ലിം പ്രീണന നയമാണ്. അതുകൊണ്ട് വലിയ തോതിൽ മറ്റ് വിഭാഗങ്ങളുടെ, ക്രിസ്ത്യൻ വിഭാഗങ്ങളുടെ ഉൾപ്പെടെ വോട്ട് ചോർച്ചയുണ്ടായി എന്നാണ് ശ്രീ വെള്ളാപ്പള്ളി പറഞ്ഞിട്ടുള്ളത്. ഇത് ക്രിസ്ത്യൻ വിഭാഗത്തിനും കൊടുക്കുന്നു എന്നും കൂടി പറഞ്ഞു. രാജ്യസഭാ സീറ്റിന്റെ കാര്യത്തിൽ CPI മുസ്ലിമിന് കൊടുക്കുന്നു, CPM ക്രിസ്ത്യാനിക്ക് കൊടുക്കുന്നു, ഇങ്ങനെയൊക്കെ പച്ചയ്ക്ക് പറയുകയാണ്. അതെ സ്മൃതി, അതിനു മുമ്പ് വെള്ളാപ്പള്ളി പറഞ്ഞത് താങ്കൾ പറഞ്ഞില്ല. മുസ്ലിം പ്രീണനം, പിണറായി വിജയൻ നടത്തുന്ന മുസ്ലിം പ്രീണനത്തിൽ കേരളത്തിലെ ക്രിസ്ത്യൻ സമൂഹത്തിനും വലിയ തോതിൽ എതിർപ്പുണ്ട് എന്നൊരു പ്രസ്താവന അദ്ദേഹം നടത്തിയിട്ടുണ്ട്. അതിൻ്റെ കൂട്ടത്തിൽ താങ്കൾ മനഃപൂർവ്വം കേൾക്കാതെ പോയതാണോ എന്ന് എനിക്കറിയില്ല. ഞാൻ പറയാമെന്ന പോയിന്റ് ഞാനൊന്ന് തീർത്തോട്ടെ. അദ്ദേഹം പറഞ്ഞ കാര്യം ഞാനൊന്ന് ചോദിച്ചോട്ടെ. ഇത് അദ്ദേഹത്തിൻ്റെ മാത്രം പ്രസ്താവനയല്ല, കേരളത്തിൻ്റെ പൊതു രാഷ്ട്രീയത്തിൽ ഇത് ആദ്യത്തെ പ്രസ്താവനയല്ല, ആദ്യത്തെ ആളുമല്ല വെള്ളാപ്പള്ളി. ഞങ്ങളിത് എത്ര കാലമായിട്ട് കേരളത്തിൽ പറയുന്നുണ്ട്. ഇതൊരു യാഥാർത്ഥ്യമല്ലേ കേരളത്തിൻ്റെ? പ്രത്യേകിച്ച് 2016 മുതൽ പിണറായി വിജയൻ്റെ തെരഞ്ഞെടുപ്പ് കാലഘട്ടങ്ങൾ, നിയമസഭാ തെരഞ്ഞെടുപ്പ് മുതൽ കൃത്യമായ ഈ പ്രീണനം കേരളത്തിലുണ്ട് എന്നുള്ളതൊരു യാഥാർത്ഥ്യമാണ്. ഇന്നിപ്പോൾ പാർട്ടി അണികൾ, കാലാകാലങ്ങളിലായി പാർട്ടിക്ക് വോട്ട് ചെയ്ത വലിയ ജനവിഭാഗം, അവരിത് തിരിച്ചറിഞ്ഞ് പ്രതികരിക്കുമ്പോൾ ഇത് കേവലം വെള്ളാപ്പള്ളിയെ വളഞ്ഞിട്ട് ആക്രമിച്ചിട്ട് എന്താ കാര്യമുള്ളത്? ഒരുപക്ഷെ അദ്ദേഹം CPMൻ്റെ മാത്രം കാര്യമെടുത്ത് പറയുമ്പോൾ ഇത് CPMൻ്റെ മാത്രം നിലപാടല്ല, LDFൻ്റെ മാത്രം നിലപാടല്ല. ഞങ്ങൾ കേരളത്തിൻ്റെ രാഷ്ട്രീയത്തിൽ എല്ലാ കാലവും പറഞ്ഞിട്ടുള്ളത്, കേരളത്തിൽ LDFും UDFും പരസ്പരം മത്സരിക്കുകയാണ്. ഇക്കാര്യത്തിൽ പരസ്പരം മത്സരിക്കുകയാണ്. കേരളത്തിൻ്റെ രാഷ്ട്രീയ മണ്ഡലത്തിൽ ഇത് ആദ്യം തുടക്കം കുറിച്ചത് UDF ആണ്. LDF പിന്നീട് അവരുമായി ഈ മത്സര രംഗത്ത് വരുന്നത് 2016 തെരഞ്ഞെടുപ്പോടു കൂടിയാണ്. വളരെ ശക്തമായി അവർ ഈ കാര്യത്തിൽ അവരും വളരെ മത്സരബുദ്ധിയോടുകൂടി രംഗത്ത് വന്നിട്ടുള്ളത്. ഈ തെരഞ്ഞെടുപ്പിൽ വെള്ളാപ്പള്ളി പല കാര്യങ്ങളും പറഞ്ഞല്ലോ. അദ്ദേഹം പറഞ്ഞ കാര്യങ്ങളെപ്പറ്റി LDF UDF ഇതുവരെ പ്രതികരിച്ചിട്ടുണ്ടോ? അദ്ദേഹം പല കാര്യങ്ങളും പറഞ്ഞല്ലോ. അപ്പോൾ ഇതൊരു യാഥാർത്ഥ്യമാണ്. ഈ യാഥാർത്ഥ്യം എന്ന് പറയുന്നത് വളരെ കൃത്യമായി രണ്ട് മുന്നണികളും വലിയ തോതിൽ ഈ പ്രീണന നയം, ഈ പ്രീണന നിലപാട് സ്വീകരിച്ചിട്ടുണ്ട്. പ്രത്യേകിച്ച് LDFൻ്റെ ഈ പ്രീണന നിലപാടിൽ അതിശക്തമായ എതിർപ്പ് പാർട്ടി അണികൾക്ക്, UDF ഇത് പഴക്കം ചെയ്ത ഒരു സമ്പ്രദായം. ഈ പ്രീണന നയം എന്ന് താങ്കൾ ആവർത്തിച്ച് പറയുമ്പോൾ ശ്രീ സണ്ണിയം കബിക്കാട് ചോദിക്കുന്നത് താങ്കൾ കേട്ടിരിക്കുമല്ലോ, കണക്കുകൾ നിരത്തു, എന്താണ് അവർക്ക് കൂടുതലായി കൊടുത്തത്? അല്ല, ഈ സ്റ്റേറ്റ്മെന്റ് ഇറക്കിയത് ബഹുമാന്യനായ വെള്ളാപ്പള്ളി നടേശനാണ്. ആ കണക്കുകൾ ഞാൻ പറയാൻ ആഗ്രഹിച്ചത്, ഇത് കേവലം വെള്ളാപ്പള്ളിയോ BJPയോ കേരളത്തിന്റെ കണക്ക് നോക്കിയിട്ടല്ലേ പിന്തുണയ്ക്കണോ വേണ്ടയോ എന്ന് തീരുമാനിക്കുക. നിങ്ങൾക്ക് കൃത്യമായ ഒരു കണക്കുണ്ടായിരിക്കുമല്ലോ. നിങ്ങൾ പറഞ്ഞതും വെള്ളാപ്പള്ളി പറഞ്ഞതിനോട് നിങ്ങൾക്ക് യോജിച്ച് നിൽക്കാൻ പറ്റുന്ന ഒരു ഗ്രൗണ്ട് ഉണ്ടെങ്കിൽ അതിന്മേൽ കണക്കുണ്ടാകുമല്ലോ. അപ്പോൾ നിങ്ങളുടെ കണക്ക് എന്താണ്? കൂടുതലായി മുസ്ലിം ന്യൂനപക്ഷത്തിന് സംസ്ഥാന സർക്കാർ, ഇടത് സർക്കാർ കൊടുത്തത് എന്താണ്? ആ കണക്കുകൾ നിങ്ങൾ നിരത്തേണ്ടതുണ്ട്, വെള്ളാപ്പള്ളിയും നിരത്തേണ്ടതുണ്ട്. അല്ല, അത് എത്രയോ അല്ല, വെള്ളാപ്പള്ളി കൃത്യമായിട്ട് പറഞ്ഞല്ലോ. രാജ്യസഭാ അംഗങ്ങളുടെ കാര്യം പറഞ്ഞു, കീഴ് സ്ഥാനങ്ങളിൽ ഇരിക്കുന്ന ആൾക്കാരുടെ കാര്യം പറഞ്ഞു. ഇതൊക്കെ ബഹുമാന്യനായ ശ്രീ വെള്ളാപ്പള്ളി സൂചിപ്പിച്ചിട്ടുണ്ട്. ഞാൻ പറയാൻ ആഗ്രഹിച്ചത്, ഈ വിഷയത്തെപ്പറ്റി നമ്മൾ സംസാരിക്കുമ്പോൾ ഞാനതാ പറഞ്ഞ UDF LDFും ഒരേപോലെ ഈ കൂട്ടത്തിൽ അവർ ഒരേ പാതയിൽ സഞ്ചരിക്കുന്നവരാണ് എന്ന് ഞാൻ പറയുമ്പോൾ UDF ഇത് പഴക്കം ചെയ്യുന്നതുകൊണ്ട് അവർക്കിന്നതൊരു പ്രശ്നമല്ല.
പക്ഷെ ഒരു കാലത്ത് UDF ഒരു 5ാം മന്ത്രിസ്ഥാനം വന്നു. 5ാം മന്ത്രിസ്ഥാനം വന്നപ്പോൾ തൻ്റെ ഇടത്തോടെ തീർത്ത UDF നേതാക്കൾ കേരളത്തിലുണ്ടായിട്ടുണ്ട്, പ്രത്യേകിച്ച് കോൺഗ്രസ് നേതാക്കളുണ്ടായിട്ടുണ്ട്. ഇന്നൊരു രാജ്യസഭാ സീറ്റ്, നമുക്കറിയാം ലോക്സഭാ സീറ്റിൻ്റെ ചർച്ച നടക്കുമ്പോൾ UDF എത്രയോ മുമ്പ് തന്നെ മുസ്ലിം ലീഗിന് കീഴടങ്ങിയത് നമ്മൾ കണ്ടില്ലേ? എന്നോ നിശ്ചയിക്കാൻ പോകുന്ന, എന്നോ പുറപ്പെടുപ്പിക്കാൻ പോകുന്ന, അല്ലെങ്കിൽ എന്നോ നടക്കാൻ പോകുന്ന രാജ്യസഭാ തെരഞ്ഞെടുപ്പിന് അപ്പം തന്നെ സീറ്റ് കൊടുക്കുകയാണ്. കൃത്യമായി കേരളത്തിൽ LDFും UDFും കീഴടങ്ങുന്ന രാഷ്ട്രീയം. ഞാൻ ഈ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ എൻ്റെ തെരഞ്ഞെടുപ്പ് മേഖല എന്ന് പറയുന്നത് ആലപ്പുഴ ജില്ലയിലെ മാവേലിക്കര മണ്ഡലമാണ്. മാവേലിക്കര മണ്ഡലത്തിൻ്റെ NDAയുടെ തെരഞ്ഞെടുപ്പ് ചുമതലയുണ്ടായിരുന്ന ഒരാളാണ് ഞാൻ. എനിക്ക് നല്ല ബോധ്യമുള്ള കാര്യമാണ് ഞാൻ ഈ പറയുന്നത്. സാധാരണ CPMൻ്റെ അണികൾ 100 കണക്കിന് ഇന്ന് BJPയിലും NDAയുടെ പക്ഷത്തോട്ട് ചേർന്നിട്ടുണ്ട്. അതൊരു യാഥാർത്ഥ്യമാണ്. അതിന്റെ യഥാർത്ഥ കാരണങ്ങളാണ് നിങ്ങൾ പറയുന്നത് വിശ്വസിക്കുന്നതിലേക്ക് ഒരു വലിയ വിഭാഗം എത്തുന്നു എന്നുള്ളത് ഖേദകരമായ സാഹചര്യമാണ്. 11% വളർച്ച ആലപ്പുഴയിൽ നിങ്ങളുടെ വോട്ടിനുണ്ടായിട്ടുണ്ട് എന്നുള്ള കാര്യം യാഥാർത്ഥ്യമാണ്. കഴിഞ്ഞ തവണ അത് 17% ഇത്തവണ അത് 28% ഉയർത്താൻ ശോഭയ്ക്ക് സാധിച്ചിട്ടുണ്ട്. ശോഭയ്ക്ക് സാധിക്കുമ്പോൾ ശോഭയ്ക്ക് വോട്ട് ചെയ്യണമെന്ന ആഹ്വാനം അവിടെ വെള്ളാപ്പള്ളി നടത്തിയിട്ടുണ്ട്. ശരി. Debate with Smriti Parthikad.